ദിയാസ് റെസിപ്പിയിൽ ഇത് ജിജിയാണ്. വീക്കെൻഡ്സിൽ കിട്ടുന്ന 2 സന്തോഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോലിക്ക് പോകണ്ട, രാവിലെ കുറച്ച് സമയം അധികം കിടന്ന് ഉറങ്ങാൻ പറ്റും. ഈ 2 കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ സാറ്റർഡേയും സൺഡേയും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരിക്കും. കുക്കിങ്, ക്ലീനിങ്, ഗ്രോസറി ഷോപ്പിങ്. അത് തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലും. സോ ഇന്ന് കുറച്ചധികം കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രോസറി ഒന്നും തന്നെ ഇല്ല. 1 മാസത്താണ് പാലിൻ്റെ എക്സ്പയറി ഡേറ്റ്. 1 മാസം കഴിഞ്ഞ് 1 ദിവസം ആയിക്കഴിയുമ്പോഴത്തേക്കും പാല് മോസ്റ്റ് ഓഫ് ദ ടൈം പിരിഞ്ഞു പോകാറാണ് കേട്ടോ. അപ്പോൾ എക്സ്പയറിയോട് അടുക്കുന്നതുകൊണ്ട് പാല് കളയാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പനീർ ഉണ്ടാക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ബേഗിളാണ്. ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടു ഇതുപോലെ എഗ്ഗ് ബേക്ക് ചെയ്തെടുക്കാമെന്ന്. ഞാനൊരു ബേക്കിംഗ് പാനിൽ ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കുരുമുളകും ഉപ്പും ഇട്ടിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടി അവനിലേക്ക് വെച്ചിട്ടുണ്ട്. പനീറിന് പാൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നാരങ്ങയുടെ നീരൊഴിച്ച് കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ പനീർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഒന്നാമത് ഫ്രഷ് ആയിട്ടുള്ള പനീർ കിട്ടും. പിന്നെ അതുമാത്രമല്ല കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാനും പറ്റും. ചെറിയൊരു സ്ലാബിന് ഇവിടെ $6 to $7 കൊടുക്കണം. സോ ഇറ്റ്സ് ബെറ്റർ നമ്മൾ വീട്ടിൽ തന്നെ പനീർ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കാശ് ലാഭിക്കാൻ പറ്റും. ഫ്രഷ് ആയിട്ടുള്ള പനീർ കിട്ടുകയും ചെയ്യും. ഇതുപോലെ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോയി കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഹെവി വെയിറ്റുള്ള സാധനം ഇതിൻ്റെ മുകളിൽ വെച്ച് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നല്ല കറക്റ്റ് രീതിയിൽ നമുക്ക് ക്യൂബ്സായിട്ട് പനീർ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ പനീർ ഏകദേശം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ എൻ്റെ അവനിൽ വെച്ച ബട്ടർ ടോസ്റ്റഡ് ബേഗിളും എഗ്ഗും റെഡി ആയിട്ടുണ്ട്. സോ ഞാൻ വിചാരിച്ചതുപോലെയല്ല, എഗ്ഗ് ബേക്ക് ചെയ്ത് നല്ലതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. ഒരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ ഇതിൻ്റെ വെള്ളമൊക്കെ വാർന്നു പോയി കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു സ്ലാബ് കിട്ടും. ഞാനിത് ഇന്ന് ഉണ്ടാക്കുന്നില്ല, കട്ട് ചെയ്തിട്ട് ക്യൂബ്സാക്കി കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നേ ഉള്ളൂ. വേറൊരു ദിവസം പനീറിൻ്റെ ചില്ലി പനീർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണിത്. ബ്രേക്ക്ഫാസ്റ്റും പനീറും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ പോയത് ഒരു മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു സെൽഫ് കെയറൊക്കെ നമുക്ക് അത്യാവശ്യമുള്ളൊരു കാര്യമല്ലേ. നമ്മുടെ ഇൻഷുറൻസ് ഇതുപോലുള്ള മസാജൊക്കെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ റിവൈവ് എന്ന് പറഞ്ഞൊരു മസാജ് ക്ലിനിക്കിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഭയങ്കര സൂത്തിങ് അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. നല്ല എസെൻഷ്യൽ ഓയിലിൻ്റെ മണമൊക്കെയുള്ള 1 hour മസാജിന് നമ്മൾ കാശൊന്നും കൊടുക്കണ്ട, ഇൻഷുറൻസ് കവർ ചെയ്തോളും. ലഞ്ച് ഉണ്ടാക്കാതെയാണ് മസാജിന് പോയത് കേട്ടോ. അപ്പോൾ തിരിച്ച് വന്നിട്ട് ഇനി ലഞ്ച് ഉണ്ടാക്കുകയാണ്. സോ ഇന്ന് ക്വിക്കായിട്ട് ചെയ്യുന്ന ഒരു ഷ്രിമ്പ് ബിരിയാണിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 1 hour മതിയായിരിക്കും. കാരണം ഫ്രോസൺ ഷ്രിമ്പ് ആണ്. അത് പീൽ ചെയ്തെടുക്കാനും ഭയങ്കര ഈസിയാണ്. പിന്നെ ഞാൻ കൈമാ റൈസ് ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾ പൊടി, ഉപ്പൊക്കെ ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മിൽമയുടെ നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കൈമാ റൈസും ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ട് ചൂടായ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുത്തു. കുറച്ച് സവാളയുടെ സ്ലൈസസ് ഇട്ട് കൊടുത്തിട്ട് കഴുകി വെച്ചിരിക്കുന്ന കൈമാ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് വറുത്തിട്ട് 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് അടച്ച് വേവിച്ച് വെക്കുക. ഈ കൈമാ റൈസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ അരി പൊട്ടിപ്പോകുന്നുള്ള പേടിയില്ല. അതുകൊണ്ട് ഷ്രിമ്പ് ഉണ്ടല്ലോ, അത് ഞാനൊന്ന് ചെറുതായിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അത് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ആ എണ്ണയിൽ തന്നെ നമ്മൾ സവോള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നു. സവോളയുടെ കൂടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കും. എന്നിട്ട് വീണ്ടും ഷ്രിമ്പൊക്കെ ഇട്ട് മല്ലിയിലയും പുതിനയിലയൊക്കെ ഇട്ട് ഗരം മസാലയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്കും ഷ്രിമ്പിൻ്റെ മസാല റെഡി. പിന്നെ ഇത് രണ്ടും കൂടെ ലെയർ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് ഒന്ന് സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഷ്രിമ്പ് ബിരിയാണി ഉച്ചക്കത്തേക്ക് റെഡിയാവും.
പാത്രം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നല്ല കട്ടിയുള്ള പാത്രമാണ്. അതുകൊണ്ട് ഇതിനകത്ത് തന്നെ ഞാൻ കുറച്ച് മസാല മാറ്റി വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ മേലെ വീണ്ടും ഷ്രിമ്പ് വെച്ച് റൈസ് വെച്ച് ലെയർ ചെയ്തിട്ട് കുറച്ച് മല്ലിയിലയും നെയ്യൊക്കെ ഒഴിച്ച് ലോ ഫ്ലെയിം ചെയ്ത് ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ ഒന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കും. ഞാനൊഴിച്ചിട്ട് എൻ്റെ വീട്ടിൽ ആരും ബിരിയാണി ഫാൻസ് അല്ല കേട്ടോ. അവർക്ക് ചോറും കപ്പയും പോർക്കും ബീഫൊക്കെയാണ് ഇഷ്ടം. പക്ഷേ എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ് ഈ ബിരിയാണി. അത് എന്ത് ബിരിയാണി ആയിക്കോട്ടെ, പക്ഷേ ചിക്കൻ ബിരിയാണി കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇന്നത്തെ ലഞ്ച് പ്രോൺസ് ബിരിയാണി, പപ്പടമുണ്ട്, പിന്നെന്താണ് റൈത്തയുണ്ട്. ഇതാണ് ഇന്നത്തെ ലഞ്ച്. ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്രോസറി വാങ്ങിക്കാനായിട്ട് പോയി. ഇത് കണ്ടോ, എല്ലായിടത്തും ഭയങ്കരമായിട്ട് മഞ്ഞ് വീണ് കിടക്കുകയാണ്. തണുപ്പത്ത് പുറത്തിറങ്ങാൻ മടിയാണ്, എങ്കിലും ഗ്രോസറി വാങ്ങിക്കാൻ പോകാൻ നിവൃത്തിയില്ല. കോസ്കോയിൽ പിന്നെ എവിടെ പോയാലും സെയിലായിരിക്കും. അവിടെ ആവശ്യമുള്ളതും സെയിൽ കാണുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളും കൂടെ നമ്മൾ എടുത്തു പോകും, സെയിലല്ലേ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. സോ ഇന്ന് ഞാൻ കുറച്ചധികം സാധനം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വാങ്ങിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാവേ. ഞാൻ നാൻ മേടിച്ചിട്ടുണ്ട്. അത് ബൾക്കായിട്ട് മേടിക്കുന്നതാണ് അവിടെ. നാൻ ഇതുപോലെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബട്ടർ ചിക്കനോ എന്തെങ്കിലും ചിക്കൻ കറി ഉണ്ടാക്കി ഇതൊന്ന് നമുക്ക് അവനിൽ ചൂടാക്കി കഴിഞ്ഞാൽ ഡിന്നറിന് ഉപയോഗിക്കാം. ഇത് ഒരു ഡിപ്പാണ്, ഹമസിൻ്റെ ഡിപ്പാണ്. എനിക്ക് ഓഫീസിൽ ഒരു ഫംഗ്ഷൻ, ഒരു പാർട്ടി വരുന്നുണ്ട്, അപ്പോൾ അതിന് കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചതാണ്. ഞാൻ കുറച്ച് പോർക്ക് മേടിച്ചിട്ടുണ്ട്, കല്ലുമ്മക്കായ മേടിച്ചിട്ടുണ്ട്. സോ ഇന്നത്തെ ഡിന്നറിന് കല്ലുമ്മക്കായും ബ്രോക്കോളി സൂപ്പും ബ്രെഡുമാണ്. ഇന്നെന്തായാലും പോർക്ക് ഉണ്ടാക്കുന്നില്ല, പോർക്ക് നാളെ ഉണ്ടാക്കുന്നുള്ളൂ. ഇന്ന് ഒരുപാട് രാത്രിയായി, ഇത് കട്ട് ചെയ്ത് ഇനി വേവിച്ച് വെക്കാനുള്ള സമയമില്ല. മസൽസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ 2 പാക്കറ്റിനാണ് കേട്ടോ. ഇത് എത്ര ഉണ്ടാവുമെന്നല്ല, നമ്മുടെ നാട്ടിൽ കല്ലുമ്മക്കായ എണ്ണയല്ലേ തരുന്നത്. ഇതിന് $15 കൊടുത്തു 2 ബോക്സിന്. എനിക്ക് തോന്നുന്നു ഒരു 50 എണ്ണം ഉണ്ടായിരിക്കുമായിരിക്കും, കുഴപ്പമില്ല. ഇടത്തരം കല്ലുമ്മക്കായാണ് കേട്ടോ. ഇത് വെച്ചിട്ട് ഞാനൊരു ഇവിടുത്തെക്കാരുടെ ഭക്ഷണം ഉണ്ടാക്കിയത്, അല്ല നമ്മൾ നാട്ടിലെ പോലെ മസാലയൊന്നും ചേർത്തില്ല. പിന്നെ സൂപ്പും ബ്രെഡും. ഇതാണ് ഇന്നത്തെ ഡിന്നർ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദയാസ് റെസിപ്പി.